കാട വളർത്തൽ ഒരു മികച്ച ബിസിനസ് ഓപ്ഷൻ തന്നെ. 1000 കാടകളൊക്കെ നിങ്ങൾ വളർത്താന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 15,000 രൂപയ്ക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതായത് ഇതിന് കണക്ക് വളരെ സിമ്പിളാണ്. 30 ഗ്രാം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാട ഡെയിലി മുട്ടയിടും. 30 ഗ്രാം തീറ്റയ്ക്ക് നമ്മുടെ ചിലവ് വരുന്നത് ₹1 20 പൈസയാണ്. ഒരു കാടമുട്ട എങ്ങനെ പോയാലും നമുക്ക് 2.5 രൂപയിൽ കൂടുതൽ ബാക്കിയുള്ള പൈസ നമ്മുടെ പ്രോഫിറ്റ് തന്നെയാണ്. ഞാൻ ഇതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരു 5 ദിവസമൊക്കെ സപ്ലിമെന്റ് ആയിട്ട് വിവരമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ആ ചിലവോടെ എനിക്ക് എക്സ്ട്രാ വരും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് കാടവളർത്തൽ. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഇനം മുട്ടക്കടകളെ കണ്ടെത്തും. നമ്മുടെ കയ്യിൽ നല്ല ഇനം മുട്ടക്കടകൾ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ ഈ മുട്ടക്കാടകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ബ്രോയിലർ കാടകളുമായിട്ട് ക്രോസ് വരാത്ത കടകളാണ്. അതായത് ഇത് കൃത്യമായിട്ട് 25 to 30 ഗ്രാം തീറ്റ മാത്രമേ എടുക്കൂ. ചില സ്ഥലങ്ങളിൽ നമ്മൾ കാടകൾ ഇത് കൂടുതൽ തീറ്റ എടുക്കും. അപ്പം നിങ്ങൾ എത്ര തീറ്റ കൊടുത്താലും നമുക്ക് ഈ മുട്ട കിട്ടുന്ന അതിൻ്റെ ഒരു അനുപാതം കൃത്യമാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 1.2 കൂടുതൽ നിങ്ങൾക്ക് തീറ്റ ചെലവ് വന്നാൽ നിങ്ങൾക്ക് നഷ്ടത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേര് കാട വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നത്.